അപ്പോൾ ആദ്യം നെയ്യ് ഒഴിക്കുക, പിന്നെ സവാള, തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി, മുളകും പൊടി ഇട്ട് ഒന്നുകൂടെ വഴറ്റി, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ വഴറ്റി, പിന്നെന്താ പിന്നെ നമുക്ക് ഓർത്തോർത്ത് ചെയ്യാം. ഇതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര ദിവസം എടുത്തെന്നറിയോ? ഇല്ല കേട്ടോ, ഞാൻ നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി നേരെ റിസ്കി ഷോട്ടാണ്. ഓക്കെ, നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു. ഇത് സവോള ഇടാം. സവോള അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴറ്റിക്കൊടുക്കും. ഈ സാധനം കുറച്ചിടും. ഇത് ശരിക്കും എല്ലാവരും ബിരിയാണിക്ക് ഇടും, എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. സവാള നല്ലോണം വഴറ്റുക. ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ച് വെച്ച സവാള, ഇത് നന്നായിട്ട് വഴറ്റണം. ഇത് തമാശക്കളിയല്ല, നന്നായിട്ട്. നമുക്ക് ആരോടെങ്കിലൊക്കെ ദേഷ്യമോ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഇങ്ങനത്തെ സമയങ്ങളിൽ ചിന്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വഴറ്റിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി നമുക്ക് തക്കാളി ഇടാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, ബിരിയാണി മസാല ഇടാം, മുളകും പൊടി ചേർക്കാം അല്ലേ. ഇതിലേക്ക് ഇടാം. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. മല്ലിയിലിടാൻ പോവാണ്. ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഇത്തിരി എസൻസ് ഒന്ന് ഈ സൈഡിൽ ഒഴിച്ചിട്ട് അരി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നെയ്യ് ഒഴിച്ചു. അതിൽ നമുക്ക് സവാള വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്ക് മുന്തിരി, ഇത്രയും പച്ചമുളകിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത് വേസ്റ്റാക്കണ്ട, ഇത് ഇവിടെ വയ്ക്കാം. ഈ പച്ചമുളക് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ പച്ചമുളക് ഇതിനകത്ത് ചക്കല്ല ഉപ്പ്, ലേശം പച്ച വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ചതച്ചതാണ്. മിക്സിയിൽ ചതയ്ക്കരുത്, നല്ല അമ്മിക്കല്ലിൽ. നമ്മളെയൊക്കെ കൊയിലാണ്ടി നെല്ലിയാടി വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഇത്തിരി അമ്മിയിൽ ഇത്തിരി പച്ചമുളക് ചതച്ച്, ചെറിയുള്ളി ചതച്ച്, ഇത്തിരി ഉപ്പിട്ട് ചക്കലം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ അതൊരു ഇലയിൽ ഇങ്ങനെ അറ്റത്ത് വയ്ക്കുക. എന്നിട്ട് കേട്ടോ, വേഗം വന്ന് കേട്ടോ, എന്നിട്ട് സൈഡിൽ നല്ല കപ്പ ഒരു പ്രാവശ്യം ഒന്ന് പുഴുങ്ങി, അതിൻ്റെ മണം അങ്ങനെ മൂക്കിൽ വരുന്നില്ലേ, അതിങ്ങനെ ഇലേൻ്റെ അറ്റത്ത് വയ്ക്കുക. എന്നിട്ടൊരു ചൂട് കട്ടൻ ചായ, ചൂട് നല്ല കട്ടൻ കാപ്പി. ഇവക്ക് കട്ടൻ കാപ്പി. അപ്പം കട്ടൻ കാപ്പി നല്ല മധുരത്തിൽ. എന്നിട്ട് ഒരു കപ്പ എടുക്കുന്നു. ഇതൊന്നിങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ എടുക്കുന്നു. ചൂടോടെ കട്ടൻ ചായ ചൂടോട് കൂടി. ഓ, അപ്പോൾ ഞങ്ങളെയൊക്കെ പണ്ട് അച്ഛൻ്റെ വീടൊക്കെ ഓലപ്പുരയാണ്. അപ്പോൾ ആ ഓലപ്പുര മനസ്സിൽ സങ്കല്പിക്കുക, ഏതെങ്കിലും ഒരു ഓലപ്പുര. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഇങ്ങനെ നമുക്ക് കാണാം, അതിങ്ങനെ വീണ് അവിടെ ഇങ്ങനെ നെല്ലടി പുഴേൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ, പുഴേൻ്റെ അടുത്ത്. എന്നിട്ട് അതിങ്ങനെ ആ കാറ്റും ഈ മഴയും. കപ്പ എടുത്തോ, വീടും എടുത്തോ അങ്ങ് അകന്നു നിന്നൊരു പാട്ട് പോയി.
എല്ലാം പോയി. എന്ത് സമാധാനായി സമാധാനായി സമാധാനായി. എല്ലാം കഴിഞ്ഞു. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് കൊതിപ്പിച്ച് അതിനി അവര് ജീവിതത്തിൽ കപ്പ കണ്ടു കഴിഞ്ഞാൽ കഴിക്കും തോന്നില്ല. ഇതാണ് വീണാസ് ലേറ്റസ്റ്റ് കോമഡി. എടി ഇത് അടിച്ചത് ബാക്കി വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ അവരെന്നെ തെറ്റിദ്ധരിക്കണം. അപ്പൊ അവർക്കൊന്ന് കൊതിപ്പിച്ച് ഓഡിയൻസിനൊക്കെ ഒന്ന് കൊതിപ്പിച്ച് ഇതോടെ തീർന്നു. കപ്പ മീൻ ഒരുപാട് വറുത്തിട്ടിരിക്കണം നിനക്ക് തിന്നാൻ അല്ലേ? ഇല്ലടി ലാസ്റ്റ് ഇടാൻ വേണ്ടിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ കല്ലുമ്മക്കായ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു അപ്പം പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കല്ലുമ്മക്കായ് ബിരിയാണി റെഡി. അങ്ങനെ എൻ്റെ ഒരുവിധ ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അയ്യോ, അതിനു മുമ്പേ പുതിയന ഇലയും കറിവേപ്പിലയൊക്കെ അരിയാറുണ്ടേ. നമുക്ക് അതും കൂടെ അരിഞ്ഞു വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരുവിധം എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ചിക്കൻ്റെ കൂട്ട് റെഡിയായി, സേമിയം റെഡിയാക്കി, ചോറ് റെഡിയായി കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ലെയറായിട്ട് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് മഞ്ഞച്ചോറ് വെക്കണമെന്നല്ലേ പറഞ്ഞത്. അത് നമുക്ക് ലാസ്റ്റ് ഈ നെയ്യിൽ തന്നെ മഞ്ഞച്ചോറ് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, കമഴ്ത്തുമ്പോഴേ പെട്ടെന്ന് വരാൻ എളുപ്പമായിരിക്കും. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിട്ടിട്ട് നമ്മൾ സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ അതിട്ടിട്ട് അതിലേക്ക് വെള്ള ചോറ് വെച്ചിട്ട് ഈ കൂട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഫില്ല് ചെയ്യാം. സേമിയ വറുത്ത് വേവിച്ച് വെച്ചിരുന്നില്ലേ, അതതിൻ്റെ നമുക്ക് ഇതിൻ്റെ മേളിൽ ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ മേളിലൊരു ലെയർ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, കുറച്ച് മഞ്ഞച്ചോറുണ്ടാവണമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് കുറച്ച് ചോറ് നെയ്യിലിട്ട് വരട്ടി നമുക്കതിൻ്റെ മേളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇട്ട് വഴറ്റി ബ്രൗൺ കളറാക്കിയൊക്കെ എടുത്തില്ലേ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്തു. നമുക്ക് വീണ്ടും ചിക്കൻ്റെ കൂട്ട് ഫില്ല് ചെയ്യാം. നമുക്കിതിൽ കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അവിടെ ആയിട്ട്. ഇനി നമുക്ക് ഏറ്റവും മേളത്തെ ലെയറിലിടാം പൈനാപ്പിൾ. കൂടിപ്പോയാലും പൈനാപ്പിളിൻ്റെ ഇതായി. നമുക്കൊരു ചെറിയൊരു സലാഡ് ഉണ്ടാക്കാം. അങ്ങനെയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി സലാഡ് ഉണ്ടാക്കാം. സലാഡ് ഉണ്ടാക്കാനായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വെള്ളരിക്കയാണ്, ഇത് സവാളയാണ്, ഇത് ക്യാരറ്റ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ.
അങ്ങനെ എൻ്റെ ലെയർ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എന്തായാലും ഞാൻ ഇനി ലക്ഷ്മി ചേച്ചിൻ്റെ അഭിപ്രായം പറയും. റെഡിയായി.